പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുവിൻ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവന്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. ഈ വചനഭാഗം നാം വിചിന്തനം ചെയ്യുമ്പോൾ യേശു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം വചനമനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരാകുന്നതിന് വേണ്ടി തന്നെ. ദൈവവചനം വായിക്കാം, വിചിന്തനം ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. കാരണം വചനത്തിലെ എല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്നും നമ്മൾ എന്ത് ചെയ്യരുതെന്നും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. വചനാടിസ്ഥാന ജീവിതം നയിക്കുമ്പോൾ നമ്മൾ തെറ്റിലോട്ട് നീങ്ങുകയില്ല. ആരും നമ്മളെ പ്രലോഭിക്കുകയില്ല. വചനമനുസരിച്ച് ജീവിക്കാം, വിശുദ്ധിയിലായിരിക്കാം, അനേകം ആത്മാക്കളെ അതിലൂടെ നേടിയെടുക്കുകയും ചെയ്യാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.